നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരുമിച്ച് നമ്മുടെ ഉള്ളിലേക്കൊന്ന് യാത്ര ചെയ്താലോ? വളരെ ശാന്തമായി അർത്ഥം നിറഞ്ഞൊരു ജീവിതം കണ്ടെത്താൻ സഹായിക്കുന്ന ഇക്കിഗായി എന്നൊരു ആശയത്തെ നമുക്ക് അടുത്തറിയാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത്, ജീവിതത്തിൽ നോക്കുമ്പോഴെല്ലാം ഓക്കെയാണ്. ഒരുപക്ഷെ നല്ലൊരു ജോലി, സ്നേഹമുള്ള കുടുംബം, നല്ല സുഹൃത്തുക്കൾ എല്ലാമുണ്ട്. പക്ഷേ എന്നാലും എന്തോ ഒരു ശൂന്യത ഉള്ളിൽ, എന്തോ ഒന്ന് മിസ്സിംഗ് ആണെന്നൊരു തോന്നല്. എങ്ങോട്ടാണീ പോകുന്നതെന്നൊരു പിടിയുമില്ലാത്തൊരവസ്ഥ, ഒരു ചെറിയ അസ്വസ്ഥത. അപ്പോ നിങ്ങൾക്കിങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. ഇത് വളരെ സാധാരണമായൊരു കാര്യമാണ്. ജീവിതത്തിൽ നമുക്ക് വ്യക്തമായൊരു ദിശാബോധം അല്ലെങ്കിൽ ഒരു ലക്ഷ്യമില്ലാതെ വരുമ്പോഴാണ് ഇങ്ങനെയൊരു സമ്മർദ്ദവും ഒരു കൺഫ്യൂഷനും ഒക്കെ വരുന്നത്, അല്ലേ? ഈ യാത്ര എങ്ങോട്ടാണെന്നറിയാത്തൊരവസ്ഥ. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ടെങ്കിലോ? അവിടെയാണ് ഈ ഒരു ആശയക്കുഴപ്പത്തിനിടയിലേക്കാണ് ജപ്പാനിൽ നിന്നുള്ള ഇക്കിഗായ് എന്നൊരാശയം നമുക്കൊരു വഴികാട്ടിയായി വരുന്നത്. ഇത് കേട്ട് പേടിക്കേണ്ട, വലിയ സങ്കീർണമായ ഫിലോസഫി ഒന്നുമല്ല, വളരെ സിമ്പിളാണ്. നമ്മുടെ ആത്മാവിന് വഴി കാണിച്ചു തരുന്നൊരു കോമ്പസ്, അത്രയുള്ളൂ. ഇക്കിഗായ് എന്താണെന്നല്ലേ? വളരെ ലളിതമായി പറഞ്ഞാൽ ജീവിച്ചിരിക്കാനുള്ളൊരു കാരണം, അത്രയുള്ളൂ. ഓരോ ദിവസവും രാവിലെ നമ്മളെ എഴുന്നേൽക്കാൻ പ്രേരിപ്പിക്കുന്ന ആ ഒരു സംഗതി. ജപ്പാനിലെ ആളുകൾ വിശ്വസിക്കുന്നത് നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലും കണ്ടെത്താനായി അവരവരുടെ ഇക്കിഗായ് കാത്തിരിക്കുന്നുണ്ടെന്നാണ്. അതായത്, നമ്മുടെ ഇക്കിഗായ് കണ്ടെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ആ യഥാർത്ഥ സന്തോഷത്തെ, ആ ഒരു നിധിയെ കണ്ടെത്തുന്നതുപോലെയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനം, ഒരു ക്ലാരിറ്റി, ഒരു പ്രത്യേക ആനന്ദം അതൊക്കെ തനിയെ വരും. അങ്ങനെ ഒരു വ്യക്തത കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ജീവിതത്തിനൊരു പ്രത്യേക താളം വരും. എല്ലാം ഒരു ട്രാക്കിലായതുപോലെ നമ്മുടെ ഉള്ളിലൊരു ഹാർമണി, ഒരു ബാലൻസ് അതൊക്കെ വന്നുചേരും. അപ്പോൾ ചോദ്യം ഇതാണ്: എങ്ങനെയാണ് നമ്മുടെ ഈ ഇക്കിഗായ് കണ്ടെത്തുക? അല്ലേ, ഇതൊരു യാത്രയാണ്, നമ്മളെ തന്നെ കണ്ടെത്താനുള്ള ഒരു യാത്ര. ഈ യാത്രയിൽ നമ്മളെ സഹായിക്കാൻ 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. നമുക്ക് ആ ചോദ്യങ്ങളിലൂടെ ഒന്ന് പതിയെ മുന്നോട്ടു പോയി നോക്കാം. ദേ, ഈ കാണുന്ന ചിത്രമൊന്ന് ശ്രദ്ധിക്കൂ. ഇതിൽ 4 വൃത്തങ്ങൾ കാണുന്നില്ലേ? ഈ 4 കാര്യങ്ങളും ഇങ്ങനെ കൂടിച്ചേരുന്ന ഒരു പോയിന്റുണ്ട്. ആ നടുവിലുള്ളത്, അതാണ് നമ്മുടെ ഇക്കിഗായ്. അതാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു സ്വീറ്റ് സ്പോട്ട്, ആ ഒരു മധുരം. അപ്പോ ആദ്യത്തെ വൃത്തം, അത് നമ്മളോട് ചോദിക്കുന്നത് ഇതാണ്: നിങ്ങൾക്ക് ശരിക്കും എന്താണ് ചെയ്യാനിഷ്ടം? ഒരു കുട്ടിയുടെ കൗതുകത്തോടെ സമയം പോകുന്നതുപോലും അറിയാതെ നിങ്ങൾ മുഴുകിയിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണത്? ഒന്ന് ശാന്തമായിരുന്ന് ആലോചിച്ചു നോക്കൂ. ഇനി രണ്ടാമത്തെ വൃത്തം, ഇത് നിങ്ങളുടെ കഴിവുകളെക്കുറിച്ചാണ്. അതായത്, നിങ്ങൾക്ക് നന്നായി ചെയ്യാനറിയുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാകും. നിങ്ങളുടെ നാച്ചുറൽ ടാലന്റ്, അതൊക്കെ എന്താണ്? അല്ലെങ്കിൽ വർഷങ്ങളായി നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത കഴിവുകൾ, അതൊക്കെ ഏതാണ്? അടുത്തത് മൂന്നാമത്തെ വൃത്തം. ഇത് നമ്മളെ പുറം ലോകവുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ഈ ലോകത്തിന് നിങ്ങളിൽ നിന്ന് എന്താണ് ആവശ്യം? നിങ്ങളുടെ കയ്യിലുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് എങ്ങനെ ഒരു സഹായമായി മാറും? അവർക്കെങ്ങനെ ഒരു ആശ്വാസമാകും? ഇനി നാലാമത്തത്, അവസാനത്തെ വൃത്തം. ഇത് കുറച്ച് പ്രാക്ടിക്കലാണ്. അതായത്, ഏത് കാര്യത്തിനാണ് നിങ്ങൾക്കൊരു പ്രതിഫലം അല്ലെങ്കിൽ ശമ്പളം കിട്ടുന്നത്? നിങ്ങളുടെ ജോലിയും ഉപജീവനമാർഗവുമൊക്കെ ഈ ഒരു സർക്കിളിലാണ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ 4 കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് നമ്മുടെ ഇക്കിഗായ് പൂർണ്ണമാവുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 വൃത്തങ്ങളെക്കുറിച്ചും നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് നമ്മുടെ ശ്രദ്ധ പതിയെ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരിക്കാം. കുറച്ച് ചോദ്യങ്ങൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കാം. സ്വയം അറിയാനുള്ള ഈ യാത്ര നമുക്കൊരുമിച്ച് തുടങ്ങാം, അല്ലേ? വേണമെങ്കിലൊന്ന് കണ്ണടച്ചോളൂ. എന്നിട്ട് ആലോചിച്ചു നോക്കൂ, സമയം പോകുന്നത് പോലും അറിയാതെ നിങ്ങൾ പൂർണ്ണമായും മുഴുകിപ്പോകുന്ന ചില കാര്യങ്ങളില്ലേ? എന്തൊക്കെയാണത്? ഇനി മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന, പക്ഷെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ടാവില്ലേ? അതാണ് നിങ്ങളുടെ ആ നാച്ചുറൽ സ്ട്രെങ്ത്, നിങ്ങളുടെ സ്വാഭാവികമായ കഴിവുകൾ. എന്താണത്? നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം കൊണ്ട് ഈ ലോകത്തൊരു നല്ല മാറ്റം വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ കാരണം ഒരാൾക്കൊരു ഉപകാരമുണ്ടായി എന്ന്, ഒരു വിലയുണ്ടെന്ന് തോന്നിയ നിമിഷങ്ങൾ ഏതൊക്കെയാണത്? ചിലപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഇക്കിഗായ് ഒളിഞ്ഞിരിപ്പുണ്ടാകും കേട്ടോ. വളരെ ചെറിയ കാര്യങ്ങളിലായിരിക്കും ആ ഒരു അർത്ഥം, ആ ഒരു പർപ്പസ് കണ്ടെത്താൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഈ ചോദ്യങ്ങളൊക്കെ നമ്മളോട് തന്നെ ചോദിക്കുന്നത് അതുതന്നെ ഒരു വലിയ തുടക്കമാണ്. ഉത്തരം പെട്ടെന്നൊന്നും കിട്ടിയില്ലെന്ന് വെച്ച് ഒരു വിഷമവും വേണ്ട. ഏറ്റവും പ്രധാനം, നമ്മളാ യാത്ര തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ്. അപ്പോ ഇന്നത്തെ ഈയൊരു ഭാഗം അവസാനിപ്പിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർമ്മയിൽ വെക്കണം. ഇക്കിഗായ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയെങ്കിലും ഫോഴ്സ് ചെയ്ത് കണ്ടെത്തേണ്ട ഒന്നല്ല.
അതങ്ങനെ തിരക്കിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. മറിച്ച് അത് പതുക്കെ പതുക്കെ ഒരു പൂവ് വിരിയുന്നതുപോലെ നമുക്ക് മുന്നിൽ വെളിപ്പെട്ടു വരുന്ന ഒന്നാണ്. ഇതൊരു തുടക്കം മാത്രമാണ് കേട്ടോ. ഈ യാത്രയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് കണ്ടെത്താനുണ്ട്. ഇതിന്റെ അടുത്ത ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഈ യാത്ര തുടരട്ടെ.